ഏവർക്കും സാദരമായിട്ടുള്ള നല്ല നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതാ 2026 നവവത്സരത്തിൽ ഒരു സന്തോഷ വാർത്ത. പുരുഷന്മാർക്ക് ഇതുവരെ സ്ത്രീകളിൽ നിന്ന് പീഡനം ഏറ്റിട്ടും അവയൊക്കെ സഹിച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോയ പുരുഷന്മാർക്ക് ഇതാ ഒരു സംരക്ഷണത്തിനായി ഒരു നിയമം ഇന്ത്യയിൽ വരുന്നു. പുരുഷന്മാർക്ക് സന്തോഷം, സ്ത്രീകൾ ജാഗ്രത. സ്ത്രീകൾക്ക് വ്യാജ പരാതികൾ നൽകിയാൽ ചെറിയ കുഴപ്പമൊന്നുമല്ല വരുന്നത്. 8ൻ്റെ പണിയല്ല, 18ൻ്റെ പണിയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായി നാഷണൽ കമ്മീഷൻ ഫോർ മെൻസ് ബിൽ 2025 രാജ്യസഭാ മെമ്പർ ഡോക്ടർ അശോക് കുമാർ മിത്തൽ അവതരിപ്പിച്ചു. സത്യത്തിൽ കോടതികൾ വരുന്ന പല കേസുകളിൽ അത് സ്ത്രീ പീഡനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഇന്ത്യൻ പീനൽ കോഡിൻ്റെ 498, ഗാർഹിക പീഡന നിയമത്തിൻ്റെ കേസുകൾ, ഫാമിലി കോടതിയിലെ വ്യത്യസ്തമായ കേസുകൾ, ഇവയൊക്കെ പലതിലും വ്യാജം ഉണ്ടെന്ന് സുപ്രീം കോടതി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അവയൊന്നും വ്യാജമാണെന്ന് കണ്ടെത്തിയാലും പുരുഷന്മാർക്ക് അനുകൂലമായി നിയമം വ്യവസ്ഥ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ പുരുഷ സംരക്ഷണ നിയമം ഇന്ത്യയിൽ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന കുറിച്ചുകൊണ്ടാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. ഈ ബില്ലിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇതിനൊരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാജ പരാതി കൊടുക്കുന്ന സ്ത്രീകളെ സിവിൽ കോടതിയിൽ കേസ് കൊടുത്ത് അവരെ വിചാരണയ്ക്ക് വിധേയമായി അവരുടെ മൊഴിയെടുത്ത് അവരെ ക്രോസ് വിസ്താരം നടത്തുന്നതിന് വേണ്ടിയുള്ള അവകാശം ഉണ്ട്. അതുമാത്രമല്ല, വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന, ആഹാരം കൊടുക്കാത്ത, കുട്ടികളെ കാണിക്കാത്ത, എല്ലാ വിഷയങ്ങൾക്കും പ്രശ്നമുണ്ടാക്കുന്ന സ്ത്രീകൾക്കെതിരെ ഈ വുമൻസ് കമ്മീഷനിൽ പരാതി കൊടുക്കാം, മെൻസ് കമ്മീഷനിൽ പരാതി കൊടുക്കാം. കൂടാതെ ജോലിസ്ഥലത്ത് വെച്ച് പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ അതിനും ഈ മെൻസ് കമ്മീഷനിൽ പരാതി കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ പുരുഷന്മാർക്കെതിരെ കൊടുക്കുന്ന പ്രൈവറ്റ് കംപ്ലൈൻറ്റുകൾ, സ്വകാര്യ അന്യായങ്ങൾ, അതൊക്കെ 30 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം മാത്രമേ അത് യാഥാർത്ഥ്യമാണോ എന്ന് കണ്ടുകൊണ്ട് FIR ഇടാൻ സാധിക്കും. ഇനിയും ഇത്തരത്തിലുള്ള കേസുകൾ ജീവിതകാലം മുഴുവൻ നീണ്ടുപോകുമോ എന്നുള്ള ആശങ്കയൊന്നും വേണ്ട. ഇതിനായി സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സെറ്റ് ചെയ്തുകൊണ്ട് ഈ കേസുകൾ തീർക്കണമെന്നുള്ള നിബന്ധനയും ഈ ബില്ലിൽ വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, സ്ത്രീകൾ വളരെ ജാഗരൂകരായി ഇരിക്കേണ്ട കാലമാണ് ഇനിയും വരാൻ പോകുന്ന. വ്യാജ പരാതികൾ കൊടുത്താൽ 5 വർഷം വരെ കഠിന തടവും 25 ലക്ഷം രൂപയും വരെ പിഴയും ഈടാക്കുന്ന വ്യവസ്ഥ ഈ ബില്ലിലുണ്ട്. അതുകൊണ്ട് ഇത്രയും നാളത്തെ പുരുഷന്മാരുടെ വിഷമം എവിടെ പറഞ്ഞു തീർക്കും? ചില ഫേസ്ബുക്കുകളും ചില വാട്സപ്പ് കൂട്ടായ്മകളും ഒക്കെ പുരുഷ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള കൂട്ടായ്മയായിട്ടിരുന്നവർക്ക് ഇനിയും സന്തോഷമാണ്. സത്യത്തിൽ ഇത് വേണ്ടത് തന്നെയാണ്. ഒരുപാട് വ്യാജ പരാതികൾ, ഗൾഫിലൊക്കെ ജോലി ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി അയച്ചു കൊടുക്കുന്നവർ, അതൊക്കെ ദുർവിനിയോഗം ചെയ്തിട്ട് സ്ത്രീകൾ തിരിച്ച് പുരുഷന്മാർക്കെതിരെ കേസ് കൊടുത്ത് അവരുടെ വസ്തുവും വീടുമൊക്കെ അറ്റാച്ച് ചെയ്തെടുത്ത് വളരെ സുഖലോകമായി കഴിയുന്ന കാര്യമുണ്ടായിരുന്നു. കാരണം ഈ നിയമങ്ങളെല്ലാം പലപ്പോഴും സ്ത്രീകൾക്ക് അനുകൂലമായി വ്യവഹരിക്കപ്പെടുന്നവരാണ്. സ്ത്രീകളിൽ ഒരുപക്ഷെ പലരും പീഡനത്തിന് വിധേയമാകുന്നുണ്ടെങ്കിലും ചിലരൊക്കെ ഇതിൻ്റെ പഴുതുപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. എന്തായാലും അവർ കൂടുതൽ ജാഗ്രത. വെറും 8ൻ്റെ പണിയല്ല, 18ൻ്റെ പണി. നാഷണൽ കമ്മീഷൻ ഫോർ മെൻസ് ബിൽ 2025 അതാണ് വ്യവസ്ഥ ചെയ്യുന്നത്.